മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി മാതാവിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് അനേകായിരങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ വിദേശത്തിരുന്നും സ്വദേശത്തിരുന്നും വീടിനകത്തിരുന്നും വാഹനത്തിലിരുന്നും പ്രാർത്ഥനാ മുറിയിലൊക്കെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ തിരുവചനം ശ്രവിക്കാൻ പോകുകയാണ്. ഞങ്ങളെല്ലാവരെയും ഓരോ ദിവസത്തെയും തിരുബലിയിൽ അച്ഛൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നമുക്കിന്നേ ദിവസം കർത്താവ് തരുന്ന വചനം ശ്രദ്ധയോടെ കേൾക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ, അവിടെ ക്രമക്കേടും എല്ലാവിധ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. മകളെ, മറ്റുള്ളവരുടെ ഉയർച്ചയിലുള്ള വളർച്ചയിലുള്ള അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സൗന്ദര്യത്തിലോ മറ്റുള്ളവരുടെ സാമ്പത്തിക സുസ്ഥിതിയിലുള്ള ഉയർച്ച കാണുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അസൂയ എന്ന് പറയുന്നത്. മാതാവ് തിരസ്കരിച്ച 10 മേഖലകളിലെ 2ാമത്തെ മേഖല എന്താണെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടുകിട്ടിയത് അസൂയയാണ്. അസൂയയാണ് മാതാവ് തൻ്റെ ജീവിതത്തിൽ നിന്നും തിരസ്കരിച്ചു മാറ്റിയത്. സ്വാർത്ഥതയോ ദുഷ്ടതയോ ദുഷ്കർമ്മത്തിൽ നിന്ന് ഓടി അകന്നവളാണ് പരിശുദ്ധ കന്യാമറിയം. ഈ അസൂയയുടെ പ്രത്യേകമായ ലക്ഷണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. സ്വയം പുകഴ്ത്തി പറയുന്നത് അസൂയയുള്ളവരുടെ ലക്ഷണമാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ വിളിച്ചു പറഞ്ഞ് അവരെ താഴ്ത്തി കെട്ടുന്നത് അസൂയയുടെ ലക്ഷണമാണ്. പല കുറവുകൾ വിളിച്ചു പറഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാത്തതിനെ കണ്ടുപിടിച്ച് അവരെക്കുറിച്ച് മോശമായി പറയുന്നത് അസൂയയുടെ ലക്ഷണമാണ്. മാത്സര്യം, വ്യർത്ഥാഭിമാനം, ജഡമോഹം, ഇതൊക്കെ അസൂയയുടെ ലക്ഷണങ്ങളാണ്. മാതാവ് അസൂയയെ തിരസ്കരിച്ചപ്പോൾ വിനീതവും എളിമയിലും വിധേയത്വത്തിലും കാരുണ്യത്തിലും സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു ഉദ്യാനമായി മാറി. തിന്മയെ തിരസ്കരിച്ചപ്പോൾ മാതാവിൻ്റെ വഴി അതിമനോഹരമായി തീർന്നു, സുഗന്ധപൂരിതമായി തീർന്നു. അസൂയ മനസ്സിനെയും ശരീരത്തെയും കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറാണെന്ന് ഞാൻ പറയട്ടെ. നമുക്കതിൽ നിന്ന് മാതാവിൻ്റെ സഹായത്തോടെ ഓടി ഒളിക്കാം. അങ്ങനെ മാതാവിൽ സംരക്ഷണം നേടാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മാതാവിനോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് ആസ്വാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.